അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലേക്ക് ഈ വർഷം പുതുതായി ഇറങ്ങിയ ദുറൂസുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠം ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. ഈ പാഠത്തിൽ ചില പ്രയോഗങ്ങളുണ്ട്, കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് ഉസ്താദ് ആദ്യം പറയാട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ ശത്രുക്കൾ യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. ചിലർ പറഞ്ഞു ഒരു ജ്യോത്സ്യനാണെന്ന് പറയാം. ഇത് കേട്ട വലീദ് പറഞ്ഞു പറ്റില്ല, അള്ളാഹുവാണ് സത്യം, ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്, മുഹമ്മദിന്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. മറ്റു ചിലർ പറഞ്ഞു നമുക്ക് ഭ്രാന്തൻ എന്ന് പറയാം. വലീദ് പറഞ്ഞു ഭ്രാന്തനല്ല. ഭ്രാന്തന്മാരെ നമുക്കറിയാം, അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ. എങ്കിലൊരു കവിയാണെന്ന് പറയാം. വലീദ് പ്രതികരിച്ചു കവിയല്ല. എങ്കിൽ മാരണക്കാരനാണെന്ന് പറയാം. വലീദ് പ്രതികരിച്ചു മാരണക്കാരനല്ല. മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്, അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. അവർ ചോദിച്ചു പിന്നെ എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അദ്ദേഹം പറഞ്ഞു ആ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട്. അതിൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. അത് മികച്ചു നിൽക്കും, അതിനെ അതിജീവിക്കാൻ മറ്റൊന്നിനും കഴിയില്ല, തീർച്ച. അതിൻ്റെ കീഴെയുള്ളതിനെല്ലാം അത് ചവിട്ടിക്കയറും. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് നിരർത്ഥകമാണെന്ന് തെളിയും. പിതാവിനും മക്കൾക്കുമിടയിൽ ജ്യേഷ്ഠനും അനുജനുമിടയിൽ പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനെന്ന് പറയുന്നതാണ് തൽക്കാലം നല്ലത്. ജനങ്ങൾ ഇത് അംഗീകരിച്ച് പ്രചാരണം തുടങ്ങി. ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعوننا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. ഉത്ബ അത് ശ്രദ്ധിച്ചു കേട്ടു. ശേഷം ഖുറൈശികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ ഒരു വചനം കേട്ടു, ഇതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ വാദത്തെയും വെറുതെ വിടൂ. അള്ളാഹുവാണ് സത്യം. ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറേബ്യ അവന്റെ ആ വചനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതല്ല, അവൻ അറേബ്യയിൽ അതിജീവിക്കുകയാണെങ്കിൽ അവന്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം, അവന്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായി തീരും. അവർ പറഞ്ഞു, അബുൽ വലീദ്, അവൻ അവന്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. ഉത്ബ പറഞ്ഞു, അവനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഇത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. അതെ, ഖുർആൻ കവിതയല്ല, മാരണമല്ല, ഭാവനാ വിലാസങ്ങളല്ല, ജ്യോത്സ്യ വചനങ്ങളല്ല, മിഥ്യാഭ്രമമല്ല,
പൈശാചിക വെളിപ്പാടുകളല്ല, കോപ്പിയടിച്ചതല്ല, സ്വയംകൃതമല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. യാസീൻ, സത്യസമ്പൂർണമായ ഖുർആൻ സാക്ഷി, തീർച്ചയായും അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവരാണ്, നേർ മാർഗത്തിലുമാണ്. ഈ ഖുർആൻ പ്രതാപിയും കാരുണ്യവാനുമായ അള്ളാഹു അവതരിച്ചതുമാണ്. തുടർന്ന് ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ അതിലെ ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ അള്ളാഹു തആല വെല്ലുവിളിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി فأتوا بصورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. ഈ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല. ദുആ. അല്ലാഹുമ്മർഹംനി ബിൽ ഖുർആൻ വജ്അൽഹു ലി ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വർക്ക് നുബയ്യിനു, വിശദീകരിക്കുക. 1. വലീദ് പറഞ്ഞു മുഹമ്മദ് ജ്യോത്സ്യനല്ല. കാരണം ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. മുഹമ്മദിന്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. 2. വലീദ് പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനല്ല. എന്തുകൊണ്ട്? ഭ്രാന്തന്മാരെ നമുക്കറിയാം. അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ. 3. വലീദ് പറഞ്ഞു മുഹമ്മദ് മാരണക്കാരനല്ല. കാരണമെന്ത്? മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വലീദും സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? ആ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവും ഉണ്ട്. അതിന്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്ക്കന്നികൾ നിറഞ്ഞതുമാണ്. അത് മികച്ചു നിൽക്കും. അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല, തീർച്ച. അതിന്റെ കീഴിലുള്ളതിനെയെല്ലാം അത് ചവിട്ടിക്കയറും. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് നിരർത്ഥകമാണെന്ന് തെളിയും. പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് തൽക്കാലം നല്ലത്. 5. എന്ത് നിർദ്ദേശങ്ങളുമായാണ് ഉത്ബത്ത് ബിൻ റബീഅ റളിയല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത്? സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്ബത്ത് ബിൻ റബീഅ സമീപിച്ചത്. രണ്ടാമത്തെ വർക്ക് നുക്മിൽ, പൂരിപ്പിക്കാം. 1. ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത ഡാഷ് ചാതുര്യവുമുണ്ട്. ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട്. 2. ഖുർആനിന്റെ അടിഭാഗം ഡാഷും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. ഖുർആനിന്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. 3. ഖുർആൻ മികച്ചു നിൽക്കും. അതിനെ ഡാഷ് മറ്റൊന്നിനും കഴിയില്ല. അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. 4. ഖുർആനിന്റെ ഡാഷ് എല്ലാം അത് ചവിട്ടിക്കയറും. ഖുർആനിന്റെ കീഴിലുള്ളതിനെയെല്ലാം അത് ചവിട്ടിക്കയറും. 4. വർക്ക് തഖ്സീസ്, അസൈൻമെന്റ് എഴുതാനാണ്.
ഉത്ബത്ത് ഇബ്നു റബീഅ കേട്ട ഖുർആൻ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഉത്ബത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം, രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. ഉത്ബ അത് ശ്രദ്ധിച്ച് കേട്ട് ശേഷം ഖുറൈശികൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു: ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ വാദത്തെയും വെറുതെ വിടൂ. അള്ളാഹുവാണ് സത്യം, ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറേബ്യ അവന്റെ ആ വചനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, മറ്റൊന്നിന്റെയും ആവശ്യമില്ല. അതല്ല, അവൻ അറേബ്യയിൽ അതിജയിക്കുകയാണെങ്കിൽ അവന്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം, അവന്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായി തീരും. അവർ പറഞ്ഞു: അബുൽ വലീദ്, അവന്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. ഉത്ബ പറഞ്ഞു: അവനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണിത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും ഭാഗങ്ങൾ ആ സ്ഥലത്ത് എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.